ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടൈറ്റിൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അഡൽ ഡാർക്ക് ലവ്. ഓക്കെ, നമ്മൾ സ്റ്റോറിയോടെ പോവാം. പോയോ, നമുക്ക് ഭൂമിക്ക് പോവാ. എന്താ ഭൂമിക്കാ? ശരി ശരി, നമ്മ രണ്ടുപേരെ ഭൂമിക്ക് പോയിട്ട് നമ്മ രണ്ട് ലവ് സ്റ്റോറിനെ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ നിനക്ക്? ശരി ശരി, പോവാ ഭൂമിക്ക്. അങ്ങനെ രണ്ട് പ്രാവ് ഭൂമി ആകാശത്തിന് ഒരു വേറെ വേൾഡാണ്. അവിടുന്ന് ഭൂമിക്ക് വന്നു. ഇതൊരു മരത്തിലാണ് രണ്ട് പ്രാവ് ഇരുന്നത്. രണ്ട് പ്രാവ് ഇന്ത്യക്കാണ് വന്നത്. ഹീറോയുള്ള പ്ലേസിലേക്കാണ് വന്നത്. ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ഹീറോ അവിടെ തെറി പറഞ്ഞുകൊണ്ടുണ്ട്. എന്താടാ ഇവിടെ നടക്കുന്നതെന്ന് ഹീറോയിൻ തെറി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി തെറി പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. തെറി പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഹീറോയിൻ നല്ലൊരു ഒന്നാറിൻ്റെ തെറി പറഞ്ഞിട്ടുണ്ടോ, മനസ്സിലായോ? തെറി അങ്ങനെ ഒന്നാറിൻ്റെ തെറി നന്നായി പറഞ്ഞിരുന്നു. ഈ ക്യാരക്ടറിൽ ഹീറോയിൻ്റെ നെയിമാണ് ഇതാണ് എന്ന് പറഞ്ഞു, റുമൈസ. ഓക്കെ, ആ ഹീറോയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എന്താടാ ഞാൻ നിൻ്റെയോട് എന്താ പറഞ്ഞത്? എന്താടാ ഞാൻ പറഞ്ഞത്? മേലായി എനിക്ക് ചേട്ടൻ മാറി പറഞ്ഞു കേൾക്കടാ. എനിക്ക് എന്തിനാ കല്യാണം? എനിക്ക് കല്യാണം ഇഷ്ടമല്ല. ഇവൻ നോക്ക് എങ്ങനെ ഒരു മണ്ടൻ. ഇവനക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ് ലാംഗ്വേജ്. എനിക്ക് കൊറിയൻ ഡ്രാമ ഇഷ്ടമാണ്. കൊറിയ ഡ്രാമ എനിക്ക് ഐഡൽസ് ജങ്കുക്കിന് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പല വട്ടം ഇവനോട് പറഞ്ഞു, ഇനി മേലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്കേണ്ട പറഞ്ഞു. ഇവന് വീണ്ടും വന്ന് എന്നെ ചോദിക്കുക. പ്രാവ് ഇവിടെ നിന്ന് നോക്ക്. പ്രാവ് ഷോക്കായി. എന്താ ഇവന് വീണ്ടും വന്ന? എൻ്റെ പ്രാവ് ഇവിടെ നിൽക്കുക. എടി അവിടെ നോക്ക്, അവർ രണ്ടുപേരും തല്ലുണ്ടാക്കാം. ഇവർക്ക് രണ്ടുപേരും സെറ്റാവോ? പിന്നെ ഒരു പ്രാവ് പറയാ, ഇല്ല ഇവർക്ക് സെറ്റാവില്ല. അവളെ മനസ്സിൽ കണ്ടോ തലയിലൊരു വേറെ ഒരു വേൾഡിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കൊടിമാറി. അതിങ്ങനെ കൊറിയൻ കാണാം. ഇവളൊരു കൊറിയൻ ഏതോ ഒരു പ്രേമിക്കുടിയാ തോന്നുന്നു. എന്നിട്ട് ഈ പറഞ്ഞ അത് അവനിക്ക് ഇവക്ക് സെറ്റാല്ല. ഇവൾക്ക് സെറ്റാല, അവനിക്കും സെറ്റാല. അവനിക്ക് 60 മാർക്കുള്ളത്. ഇവള് കാണാൻ ക്യൂട്ടായിട്ടുണ്ടോ, അതുകൊണ്ട് ഇവന് സെറ്റാല. വേണ്ട ഇവന് വേണ്ട, നമ്മ ആളെ തേടാ. അങ്ങനെ ആ പ്രാവ് രണ്ട് വീട്ടിലിങ്ങനെ വരുന്നുണ്ട്. പ്രാവ് അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ റുമൈസ വന്നു. പ്രാവിനെ കണ്ടു. വാ ക്യൂട്ടായിട്ടുണ്ടല്ലേ പ്രാവിന് രണ്ട് പ്രാവിടെ ഇരുന്നായിരുന്നു. അതിലൊരു പ്രാവ് മയങ്ങി വീണായിരുന്നു. അങ്ങനെ പ്രാവിനെ എടുത്തോണ്ട് ഫുഡ് കൊടുക്കാൻ. അതിൽ ഗേൾ പ്രാവാണ്. പ്രാവ് പറഞ്ഞു പറയാൻ തുടങ്ങി, നിന്നെ കാണാൻ ക്യൂട്ടായിരുന്നു. അത് കേട്ട് ഷോക്കായി പോയി. നിനക്കെങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? പ്രാവുക്ക് ഷോക്ക്. എന്ത്, ഇവൾക്ക് എൻ്റെ ലാംഗ്വേജ് അറിയോ? എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടോ, ഞാൻ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ആ പ്രാവ് പോയി. അങ്ങനെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വരാൻ പോയി. അങ്ങനെ ആ പെണ്ണ് ആൺപ്രാവിനെ വിളിച്ചുകൊണ്ട് വന്നു. അത് പെൺപ്രാവായിരുന്നു. അങ്ങനെ ആയിട്ട് പെൺപ്രാവും ആൺപ്രാവും വന്ന് വീട്ടിൽ വന്നു. രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. രണ്ട് പ്രാവും അങ്ങനെ ആയിട്ട് ഒരാൾ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. എനിക്ക് ആ തെണ്ടിന് അവന് ഇഷ്ടമല്ലേ? ഇല്ല അവന് ഇഷ്ടമല്ല. അവനൊരു പേ ബോയാണ്. അവന് കുറേ ഗേൾസിൻ്റെ കൂടെ കറങ്ങാണ്. എനിക്ക് അവന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ അങ്ങനെ മൊബൈലിൽ കാട്ടാൻ തുടങ്ങി. ഇവരെ അങ്ങനെ പ്രാവ് എന്ത് ചെയ്തത് തന്നെ ഫോൺ അങ്ങനെ എല്ലാവരും രാത്രി ഉറങ്ങി 12 മണിക്ക് അങ്ങനെ ഫോൺ ഓൺ ചെയ്ത് മാജിക് യൂസ് ചെയ്ത് ഇങ്ങനെ 2 ഫോട്ടോ വെച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവള് നോക്കാൻ തുടങ്ങി. എത്ര മാർക്ക് ഇടും? 100. ശരി ഇവനെ അവൻ്റെ തലയ്ക്ക് കെട്ട നമ്മൾ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ആ പ്രാവ് മാജിക് യൂസ് ചെയ്യാൻ തുടങ്ങി. ശരി, അങ്ങനെ രണ്ടുപേരും ഉറങ്ങി. അങ്ങനെ ജങ്കുക്ക് അവിടെ രാവിലെയാണല്ലോ ജങ്കുക്ക്, ഇവിടെ നൈറ്റ്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരി ഇവൾ ഉറങ്ങിട്ട് രാവിലെ എനിക്കട്ടെ, അപ്പം ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ ആയി. എനിക്കോ കുളിച്ച് ഫ്രഷ് ആയിക്കോ, നല്ല ഡ്രസ്സ് ഇട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് എവിടേക്കാ 3 പ്രാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ ജങ്ങൾക്ക് ടയർഡായിട്ട് ഷൂട്ടിങ് വന്ന് ടയർഡായിട്ട് കിടന്നു പറഞ്ഞെന്ന് ഒരു പോർട്ടർ ചെയ്തു. ഇതെന്ത് സ്ഥലം? അല്ല, ഇതിൻ്റെ അകത്ത് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പ്രാവ് പറയാൻ തുടങ്ങി. ഈ ആൺപ്രാവ് ശരി ഓക്കെ എന്ന് ആ പോർട്ടലിൻ്റെ അകത്ത് പോയി. അത് ജങ്കുക്കിൻ്റെ ബെഡ്റൂം. ജങ്കുക്ക് ക്യൂട്ടായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ട് ഷോക്കായി. കൈ തിരിഞ്ഞ് ഉറങ്ങുള്ളത്. അയ്യോ വേദനിക്കുന്നത്. എന്ത്? ജങ്കുക്ക് അടുത്ത് പോയി. ഇതൊന്നൊരു ധീമാ എന്ന് പോയി ജങ്കുക്കിനെ അവിടെ വീട് തൊടാൻ തുടങ്ങി. നല്ല സോഫ്റ്റ് മുടിയെല്ലാം ടച്ച് ചെയ്ത് തുടങ്ങി. ജങ്കുക്കിൻ്റെ അടുത്ത് ബെഡ്റൂമിലടുത്ത് ഇരുന്നായിരുന്നു. അങ്ങനെ ജങ്കുക്കിനെ കിടന്നിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ജങ്കുക്ക് യഥാർത്ഥം ഇങ്ങനെ തിരിഞ്ഞ് രണ്ടുപേരെ തലമുട്ടി. ജങ്കുക്ക് കണ്ണു പറഞ്ഞു, എന്താ ഇത്? ജങ്കുക്ക് ഇങ്ങനെ കെട്ടി കൈ വെച്ച് കൈയിലെ ചവള തുടങ്ങി.
എന്ത് ബുസ്സുണ്ട്. ഏത് ജങ്കുക്ക് കെട്ടിപ്പിടിച്ച് പറഞ്ഞായിരുന്നു. ഇത് കണ്ട് ഷോക്കായി പോയി. അയ്യയ്യോ കെട്ടിപ്പിടിച്ചാണ് എന്ന് പാട്ട് പാടാൻ റൊമാൻസ് പാടാൻ തുടങ്ങി. ശരി ജങ്കുക്കും രണ്ടുപേരും പറഞ്ഞു. ജങ്കുക്ക് രാവിലെ അണിച്ച് നോക്കുമ്പോൾ ജങ്കുക്ക് ഷോക്ക്. എന്ത് ഇവളാരാ? അയ്യോ നീ ആ ജങ്കുക്ക് ഇടത്തിൽ താഴെ വരുന്നു. ആരാ നീ എന്ന് ജങ്കുക്ക് അറിയാതെ പറയാൻ തുടങ്ങി. ആ അയ്യോ ഇത് ജങ്കുക്ക് അവപ്പെടാൻ തുടങ്ങി. സെക്രട്ടറി എല്ലാം ഓടി വന്നു. അയ്യോ ഇവിടെ പ്രേതമെന്ന് ജങ്കുക്ക് വഴക്കട്ടെ. റൂമെല്ലാം ലോക്ക് ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അയ്യോ പ്രേതമെന്ന് വി ഓടി വന്നു. എന്തടാ ജങ്കുക്ക് പറ്റിയോ? നിനക്കെന്തടാ ഡ്രീമാണ്? അങ്ങനെ ജങ്കുക്ക് യഥാർത്ഥം നോക്കും അവിടെ കാണാനില്ല. എന്ത് ഡ്രീമാണോ? ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. അതെ അവിടുന്ന് ആ പോർട്ടലിനകത്ത് വീണ്ടും ഓടി വന്നത്. അയ്യോ താങ്ക് യു പ്രാവേന്ന് 2 പ്രാവിന് കിസ് അടിക്കാൻ തുടങ്ങി. ഞാൻ ചക്കര മുത്തേ നിങ്ങൾ രണ്ടാളെ കേട്ടിയത്. ശരി ഓക്കെ. ജങ്കൊക്കെ കൺഫ്യൂസായി. എന്താ ഇവിടെ നടക്കുന്നത്? ജങ്കൊക്കെ ഒന്നും മനസ്സിലായില്ല. ഒരു ദിവസം വി വന്ന് അകത്ത് വന്ന് നോക്കും. വി ആളെ പാട്ട് പാടി ഡാൻസ് കളിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ ക്യാരറ്റ് സസ വന്നു. അയ്യോ ഒരു വീട് അപ്പാ പ്രാവേ നീ പോട്ടലുണ്ടാക്കുന്നേ എൻ്റെ ക്രഷ് വീണ്ടും എടുത്ത് കൊണ്ടുപോവോ എന്ന് ഈ സസ ചോദിച്ചു. ശരി ഓക്കെ. അങ്ങനെ സസ എന്ത് ചെയ്തു? ഇങ്ങനെ പോട്ടലുണ്ടാക്കി പോട്ടിനകത്ത് വന്നു. അവിടെ വി പാട്ട് പാടി. ഓഹോ പാട്ട് വി ഡാൻസ് കളിക്കാം. അങ്ങനെ ഇവിടെ സസ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും വി യഥാർത്ഥ ഹായ് വി ഇതാണ് വീക്ക് അയ്യോ ഞങ്ങൾ കൂടി എന്താടാ ഇവിടെ ഇല്ലടാ നീ പറഞ്ഞൊരു കാര്യണ്ടാ പറയുന്നുണ്ട്. വീക്ക് ടെൻഷനാണ്. ഡാൻസ് ഡ്രസ്സ് അതെ ഇങ്ങനെ പാൻറ്റ് വന്നിട്ട് ഇവിടെ ഒന്നും ബോഡി കാലിടാറുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വീക്ക് പേടിയാൻ തുടങ്ങി. അങ്ങനെ രാത്രി 2 വെയിറ്റ് ചെയ്ത് തുടങ്ങി. 2 പോട്ടനും ഓണായി. 2 പേര് വന്നാണ്. 2 ഹീറോയിന്മാർ വന്നു. വീടിൻ്റെ അടുത്ത് വന്ന് ഹായ് വീ എന്ന് വീടിനോട് പറഞ്ഞു. അങ്ങനെയായിട്ട് വീനൊക്കെ ഷാക്കായി. ജങ്കൊക്കെ കൺഫ്യൂസ്. അങ്ങനെ കുറച്ച് ജങ്കൊക്കെ മനസ്സിലായി ഒരു മനുഷ്യനാണ്. അങ്ങനെ 2 പേരും ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ശരി ഓക്കെ നിങ്ങൾ ഇങ്ങനെ വന്നത് ഒന്നില്ല നിങ്ങളിപ്പോൾ അതെ 2 ഡോർ വരെ ആ പോട്ടനകത്ത് അവർ വന്നു. ഇതാണ് ഞങ്ങളുടെ പ്ലേസ്.